നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ് ആൻഡ് മിഡ് ക്യാപ് നിഫ്റ്റി ഈ ഇൻഡെക്സസ് അനാലിസിസ് ചെയ്യും. ഈ അനാലിസിസ് നമ്മുടെ മൺഡേത്തേക്കുള്ള അനാലിസിസ് ആണ് നമ്മളിവിടെ ഷെയർ ചെയ്യുന്നത്. സോ മൺഡേ വരെ നമുക്ക് വീക്കെൻഡാണ്, ഹോളിഡേ ആണ്. സോ ലേൺ ചെയ്യുക, ഏൺ ചെയ്യുക. ഇവിടെ ഷെയർ ചെയ്യുന്ന ലെവൽസ് എല്ലാം ലേണിംഗ് പർപ്പസ് ലെവൽസാണ്. സോ നമ്മുടെ ഫസ്റ്റ് നമ്മുടെ പ്രയോറിറ്റി അത് തന്നെയാണ്, നമ്മൾ ലേൺ ചെയ്യണം. നമ്മുടെ ഈ ചാനൽ ലേൺ വിത്ത് ഫർമാൻ, ഇതിൽ ഒത്തിരി ഞാൻ വീഡിയോസ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പ്ലേലിസ്റ്റിൽ പോവുകയാണെങ്കിൽ ഒത്തിരി ലേണിംഗ് വീഡിയോസ് ഇതിനകത്തുണ്ട്. ഡിഫറെൻറ്റ് ടൈപ്പ്, ഡിഫറെൻറ്റ് കോൺസെപ്റ്റ്സിലാണ്. ഡിഫറെൻ്റ് ആയിരിക്കുള്ളൂ. കാരണം എന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും ഷെയർ ചെയ്യുന്നത് ഒരു ഡിഫറെൻറ്റ് വീഡിയോസാണ്. അതിൽ കുറച്ചൊരു ഡിഫറെൻറ്റ് വെറൈറ്റീസ്, സപ്പോർട്ട്, റെസിസ്റ്റൻസ് എങ്ങനെ ഫൈൻഡ് ചെയ്യണം, ഫിബൊനാച്ചിയുടെ പെർഫെക്റ്റ് യൂസ് എന്താണ്. പിന്നെ ഇപ്പോൾ ലേറ്റസ്റ്റ് 2 or 3 വീഡിയോസാണ്. 3 വീഡിയോസ് ഐ തിങ്ക് ഉണ്ട്. എലിയറ്റ് വേവ് തിയറിയുടെ 3 വീഡിയോസാണ്. സോ അത് മസ്റ്റായിട്ട് നിങ്ങൾ കാണണം. അപ്പോഴേ ഈ ഒരു സ്ട്രക്ചർ മനസ്സിലാവുള്ളൂ. ഈ സ്ട്രക്ചർ മനസ്സിലാക്കാനാണെങ്കിൽ എലിയറ്റ് വേവ് നമുക്ക് മസ്റ്റാണ്. എന്നുവെച്ചാൽ സപ്പോർട്ട്, റെസിസ്റ്റൻസ് മാത്രം നമ്മൾ ചാർട്ടിൽ നോക്കിയാൽ പോരാ. നമുക്ക് വരുന്ന മൂവ്സ് 1 2 3 4 5 മൂവ്സാണ് നോർമലി പ്രൈസ് പോകാറുള്ളൂ. സോ ആ മൂവ്സ് എങ്ങനെയാണ്, എപ്പോഴാണ് വരിക, എങ്ങനെ വരിക, എത്ര മൂവ്സാണ് ഒരു ലെഗിൽ വരാറുള്ളൂ, അതാണ് നമുക്ക് മെയിൻ. ഓക്കെ, സോ മസ്റ്റായിട്ട് നിങ്ങൾ ആ വീഡിയോ കണ്ടിരിക്കണം. കണ്ടാലേ ആ ഒരു പിക്ചർ ക്ലിയർ ആവുള്ളൂ. ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് എലിയറ്റ് വേവ് മോസ്റ്റ്ലി എന്തിനാന്ന് വെച്ചാൽ ബാക്കിയെല്ലാം പ്രീമിയമിലാണ് കൊടുക്കാറുള്ളൂ. ബട്ട് ഞാൻ നമ്മുടെ ചാനലിൽ കൊടുക്കുന്നത് ഇതൊക്കെല്ലാം ഫ്രീ ആണ്. ഫ്രീ എന്ന് വെച്ചാൽ നമ്മളെല്ലാവരും കൂടി തന്നെ ചാർട്ട് അനാലിസിസ് തന്നെ ചെയ്യാൻ തുടങ്ങണം. കോൾസും ഇതൊക്കെ എല്ലാവർക്കും കിട്ടാറുണ്ട്. ബട്ട് അതുകൊണ്ട് ഒരു ഗുണം ഉണ്ടാവില്ല. ചാർട്ട് റീഡ് ചെയ്യാനാണ് മസ്റ്റ്. സമയം എത്ര എടുത്താലും എക്സ്പീരിയൻസ് ആണ് മെയിൻ. ചാർട്ടിൽ നമുക്ക് കുറച്ച് കഴിഞ്ഞാലും നമുക്ക് മസ്റ്റ് ലൈഫിൽ വേണ്ടത്, മസ്റ്റായിട്ട് വേണ്ടത് നമുക്ക് ചാർട്ട് റീഡിംഗ് ആണ്. സോ ക്യാഷ് ഉണ്ടാക്കാനാണെങ്കിൽ, നമ്മുടെ ഷെയർ മാർക്കറ്റിൽ, സ്റ്റോക്ക് മാർക്കറ്റിൽ ക്യാഷ് ഉണ്ടാക്കാനാണെങ്കിൽ ചാർട്ട് റീഡിംഗ് മസ്റ്റാണ്. ഒരു സപ്പോർട്ടിൽ വന്നു കഴിഞ്ഞാൽ ഒരു പ്രൈസ് അവിടെ നിന്ന് എങ്ങനെ ബിഹേവ് ചെയ്യും, അവിടെ നിന്ന് എങ്ങനെ പ്രൈസ് റിവേഴ്സ് ആകും, നമ്മൾ എപ്പോഴാണ് ഇല്ല ബേസിൽ നമ്മൾ എങ്ങനെ എൻട്രി എടുക്കും, അതാണ് ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നത്. കൂടുതലായിട്ട് നമ്മുടെ ലേണിംഗ് വീഡിയോസ് ആ ബേസിലാണ്. സോ എല്ലാവരും അത് മസ്റ്റായിട്ട് കാണണം. ഓക്കെ, സോ നമ്മുടെ ചാർട്ട് അനാലിസിസ് എടുക്കാം. ഫസ്റ്റ് ചാർട്ട് ഇപ്പോൾ ഒരു പിക്ചർ ഫസ്റ്റ് ഞാൻ ക്ലിയർ ചെയ്യട്ടെ. മുകളിലത്തെ റെസിസ്റ്റൻസ് ഒക്കെ ഡിലീറ്റ് ചെയ്യാനുള്ളതാണ്. വലിയ പ്രത്യേകിച്ചൊന്നുമില്ല അതിനകത്ത്. ഓക്കെ, ഡൗൺ ലെവൽ ഞാനിപ്പോൾ ഡിലീറ്റ് ചെയ്യും. ഇനി പറയാനുള്ളത്, നമ്മുടെ ഈ ഒരു 15 minutes ടൈം ഫ്രെയിമിൽ ഒത്തിരി ന്യൂ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, ഒത്തിരി ന്യൂ ആളുകൾ കാണുന്നുണ്ട്. സോ ഈ ഒരു ലെഗ് നമ്മൾ കൗണ്ട് ചെയ്യുന്നത് ഫസ്റ്റ്, ഇതൊരു സപ്പോർട്ട് എടുത്തതിന് നമ്മളിവിടെ കൗണ്ട് ചെയ്യുന്നത് ഇത് ഫസ്റ്റ് ലെഗാണ്. ഫസ്റ്റ് ലെഗ് ഓക്കെ, ഫസ്റ്റിൽ നമ്മൾ എങ്ങനെ മാർക്ക് ചെയ്യുന്നത്, നമ്മുടെ ABCയുടെ 1 2 3 4 5 ഇമ്പൾസ് എടുക്കാം എലിയറ്റ് വേവിൻ്റെ. സോ ഇതാണ് 1. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. എന്താണ് സംഭവം, ഇത് 2. ഓക്കെ, ഇത് 2 ആണ് നമ്മളിത് കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ 2 ഇവിടെയും തീരാം, എവിടെ വേണമെങ്കിൽ തീരാം. സപ്പോസ് ഇവിടെ തീരുന്നു എന്ന് വിചാരിച്ചു. ഓക്കെ, സോ ഇനി തേർഡ് ആൻഡ് ഫോർത്ത് മോളിലേക്കാണ്. തേർഡ് മോളിലേക്ക് പോകേണ്ടതാണ്. ഓക്കെ, തേർഡ് മോളിലേക്ക് പോകേണ്ടതാണ്. അതാണ് നമ്മളിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഇപ്പോൾ ഇവിടെ കാണുന്നത് 2 ആണ്. ദെൻ 3 എപ്പോഴാണ് 3ൽ എൻ്റർ ആവും എന്ന് പറഞ്ഞാൽ ഈ ഒരു ഹൈ ഏത് 22,580 അബവ്. ഓക്കെ, 22,610 ആണ് ലാസ്റ്റ് ഞാൻ വീഡിയോയിൽ ഷെയർ ചെയ്തത്. അതാണ് കുറച്ചുകൂടി ബെറ്റർ. 600 കാരണം എന്ന് വെച്ചാൽ ഒരു 5-10 പോയിൻറ്റ്സ് നമ്മളെപ്പോഴും ബഫറിങ്ങിൽ വെക്കണം. അപ്പോഴാണ് പ്രൈസ് തേർഡിലേക്ക് എൻ്റർ ആവുള്ളൂ. ബട്ട് യൂഷ്വലി നമ്മുടെ കോൺസെപ്റ്റിൽ, നമ്മുടെ എലിയറ്റ് വേവിൻ്റെ തിയറി, ആ ഒരു കോൺസെപ്റ്റിൽ ഫസ്റ്റ് വേവ് നമ്മൾ കൗണ്ട് ചെയ്ത് ഇതാണ് ഫസ്റ്റ് വേവിൻ്റെ ഹൈ ഉണ്ടല്ലോ, ടോപ്പ്, അതിൻ്റെ അബവ് പ്രൈസ് പോയാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ തേർഡ് വേവിൽ എൻ്റർ ആയി. തേർഡ് വേവിൽ എൻ്റർ ആവുന്ന ഒരു റൂളാണ്. ഗ്യാപ്പ് അപ്പ് ആയിട്ട് മാത്രമേ അത് ബ്രേക്ക് ചെയ്യുള്ളൂ. 5 minutes ടൈം ഫ്രെയിമിലല്ല, 15, 13, 1 hour ബിഗർ ടൈം ഫ്രെയിമിൽ. മനസ്സിലായോ? സോ 15 അത് പോസിബിളാണ്, 15 minutes അത് പോസിബിളാണ്. പ്രൈസ് ബ്രേക്ക് ചെയ്യുന്നത് ഇതിൻ്റെ അബവ് തന്നെ ആയിരിക്കുള്ളൂ. ഓർ മിനിമം 610 നമുക്ക് പറയാം, 22,610. മോസ്റ്റ്ലി പ്രൈസ് റെഗുലർ വ്യൂവേഴ്സ് അവർക്ക് നന്നായിട്ട് അറിയാം. പഴയ റെഗുലർ വ്യൂവേഴ്സാണ്, അവർ ഇത് കുറേ കണ്ടിട്ടുണ്ട്. യൂഷ്വലി അവർ കണ്ടിട്ടുണ്ട്, അവർക്ക് ആ കോൺഫിഡൻസ് ഉണ്ട്. സോ അവർക്കൊക്കെ അറിയായിരിക്കും. ബട്ട് ന്യൂ സബ്സ്ക്രൈബേഴ്സ് അത് അവർക്ക് അറിയത്തില്ല. ഇതൊരു റൂളാണ്, എലിയറ്റ് വേവ്സിൻ്റെ ഒരു റൂളാണ്. അങ്ങനെയാണ് അത് ബ്രേക്ക് ചെയ്യാറുള്ളൂ.
അപ്പോഴാണ് നമ്മൾ പറയാം നമ്മൾ തേർഡിൽ എൻ്ററായി ആൻഡ് ദെൻ പിന്നെ തേർഡ് പ്രൈസ് മുകളിലേക്ക് തന്നെ പോവുള്ളൂ. ഒരു ഇത് തരും, ഒരു പുൾ ബാക്ക് തരും, സ്മോൾ പുൾ ബാക്ക് തരും ആൻഡ് ദെൻ മുകളിൽ പോകും. അതിനി നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം ബാക്കി കാര്യങ്ങളൊക്കെ. ഇപ്പോൾ നമുക്ക് നെക്സ്റ്റ് എന്താണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ ഇവിടെ ഒരു സപ്പോർട്ട് ട്രെൻഡ് ലൈൻ ഇത് കണ്ടോ, ഇവിടെ നിന്ന് ഒരു സപ്പോർട്ട് ട്രെൻഡ് ലൈനാണ് വരുന്നത്. ഇതിൻ്റെ ബ്രേക്ക് ഡൗൺ നാളെ ആവുകയാണെങ്കിൽ ഫർദർ ഡൗൺ സൈഡ് നമുക്ക് കിട്ടും, ഫർദർ ഡൗൺ സൈഡ് കിട്ടും. പ്രൈസ് ആക്ഷൻ ബേസ് നമ്മൾ നോക്കുവാണെങ്കിൽ ഇത് പ്രൈസ് ഇവിടെ നിന്ന് ഓൺ ടോപ്പ് ലോ അടിച്ച് ഹൈ അടിച്ച് ആൻഡ് ദെൻ ഇപ്പോൾ സ്ട്രക്ചർ ഇപ്പോൾ നമ്മൾ ഡീപ്ലി നമ്മളെപ്പോഴും പ്രൈസ് നമ്മൾ പ്രാക്ടീസ് നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും ഡീപ്ലി നമ്മൾ നോക്കണം. സോ ഡീപ്ലി നോക്കുമ്പോൾ പ്രൈസ് ഈ ഒരു സ്ട്രക്ചർ ഈ സമയത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് ഈ ഒരു ഹൈ ഇതുണ്ടോ, ഈ ഒരു ഹൈ ആൻഡ് ദെൻ ഈ ഒരു ലോയുടെ ഇടയിൽ മാത്രമുള്ളൂ ഈ സ്ട്രക്ചർ ഇത്ര ദിവസമായിട്ട് കണ്ടോ, ഇത് ഈ ഒരു ലോ. സോ ഇതുവരെ ബ്രേക്ക് ചെയ്തിട്ടില്ല പ്രൈസ് കണ്ടോ. ഇപ്പോൾ ക്ലിയർ ആയിട്ടുണ്ടാവുമല്ലോ പിക്ചർ. ഞാനിപ്പോൾ സപ്പോർട്ട് ലൈൻ ട്രെയിൻ ബ്രേക്ക് ചെയ്യാം, അത് മാറ്റിയത്. സോ കണ്ടോ, സോ ഇതാണ് അതിന് നമുക്ക് പറയാനുള്ളത്. സോ ഈ ഒരു സ്ട്രക്ചറുടെ അകത്താണ് ഇതിൻ്റെ ബ്രേക്ക് ഔട്ട് ഓർ ബ്രേക്ക് ഡൗൺ ആയാൽ മാത്രമേ നമുക്ക് ഫർദർ മൂവ് നമുക്ക് കിട്ടത്തുള്ളൂ. മനസ്സിലായോ? സോ അതാണ് ഈ പ്രൈസ് ഇതിൻ്റെ സ്ട്രക്ചർ അകത്ത് കൺസോളിഡേഷൻ ആയിക്കൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് നമുക്ക് വേറെ കൗണ്ട് ചെയ്യാനൊന്നുമില്ല. മനസ്സിലായോ? വേറെ കൗണ്ട് ചെയ്യാനില്ല. എല്ലാവരും ബേസിൽ നമ്മൾ ഇത് കൗണ്ട് ചെയ്യാറുണ്ട്. ബട്ട് അത് ഞാൻ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കൂടുതലായി പോകും, കൺഫ്യൂഷൻ വരും. ബട്ട് യെസ്, ഇൻ ഷോർട്ട് ഞാൻ വേറൊരു കാര്യം നിങ്ങളുടെ കൂടി ഷെയർ ചെയ്യാം. ഇത് നമുക്ക് ഇവിടെ ഇപ്പോൾ കാണാൻ പറ്റുന്നത് എന്താണെന്ന് അറിയാമോ? ഇവിടെ ഒരു ട്രയാങ്കിൾ ബേസാണ്. ഇത് കണ്ടോ, ഒരു ട്രയാങ്കിൾ ടൈപ്പാണ് ഇത്. ഇങ്ങനത്തെ ഒരു ട്രയാങ്കിളാണ്. ഓക്കെ, സോ ട്രയാങ്കിളുടെ നമുക്ക് കൂടുതൽ എനിക്ക് പറയാനുള്ളത് ട്രയാങ്കിളുടെ ഇതിൻ്റെ ബ്രേക്ക് ഔട്ട് കാണാനുള്ള ഒരു പവർ കാണുന്നില്ല. മനസ്സിലായോ? കാരണം എങ്ങനെ കാണുന്നില്ല എന്ന് അത് തുറന്ന് പറയാനുള്ളതാണ്. എങ്ങനെ ഇത് കണ്ടോ, ഡെയിലി ടൈം ഫ്രെയിമിൽ നമ്മൾ ക്യാൻഡിൽ നോക്കുകയാണെങ്കിൽ റെഡാണ് ഫസ്റ്റ്. ഡെയിലി ടൈം ഫ്രെയിമിൽ ക്ലോസിങ് ഇതിൻ്റെ ഈ ഗ്രീൻ്റെ ക്ലോസിങ് ടോപ്പാണ്, നെക്സ്റ്റ് റെഡ് ക്യാൻഡിലിൻ്റെ ക്ലോസിങ് ബിലോ ആണ്. പിന്നെ നമ്മുടെ ഇന്നലത്തെ ക്ലോസിങ് തേഴ്സ്ഡേയുടെ അത് അതിൻ്റെ ബിലോ ആണ്. സോ സ്വാഭാവികമാണ് നമ്മൾ നോക്കുകയാണെങ്കിൽ നോർമൽ വീക്ക് ആയിക്കൊണ്ടിരിക്കുന്നതാണ്. ആൻഡ് ക്ലോസിങ് നെഗറ്റീവ് വന്നിരിക്കുന്നതാണ്. ഓക്കെ, ക്ലോസിങ് നെഗറ്റീവ് 70-80 പോയിൻറ്റ്സ് നെഗറ്റീവ് വന്നേക്കാണ്. ദാറ്റ് മീൻസ് പ്രൈസ് വീക്കാണ്. സോ ഇനി സ്ട്രക്ചർ എവിടേക്ക് ബ്രേക്ക് ആവേണ്ടത്? മോസ്റ്റ് ചാൻസസ് ഉണ്ട് താഴേക്ക് തന്നെയാണ്. ബട്ട് താഴെ മൺഡേ ഓപ്പണിംഗ് എങ്ങനെയാണ് അറിയില്ല. മൺഡേ ഇൻ കേസ് പ്രൈസ് ഗ്യാപ്പ് അപ്പ് ഓർ പോസിറ്റീവ് ചെറിയ സ്മോൾ പോസിറ്റീവ് ആവണമെങ്കിൽ ഇത് മുകളിലെ റെസിസ്റ്റൻസ് തന്നെ എടുക്കും. മുകളിലെ റെസിസ്റ്റൻസ് എടുത്ത് വീണ്ടും താഴേക്ക് തന്നെ വരേണ്ടതാണ്. പിന്നെ ഇതിൻ്റെ ബ്രേക്ക് ഡൗൺ ആയി കഴിഞ്ഞാൽ ഫർദർ ഡൗൺ സൈഡ് കിട്ടും. ഓക്കെ, ഈ ട്രയാങ്കിളുടെ ബ്രേക്ക് ഡൗൺ ആയി കഴിഞ്ഞാൽ ഫർദർ ഡൗൺ സൈഡ് കിട്ടും. ആ ഡൗൺ സൈഡ് നമ്മൾ 22,310 ആൻഡ് ദെൻ ഈ ഒരു ഏരിയ ഇത് നമുക്ക് മെയിൻ ആണ് 22,336. എങ്ങനെ ഇപ്പോൾ നമ്മൾ ഫിബൊനാച്ചി എടുക്കുക, ഫിബ് റിട്രേസ്മെൻറ്റ് ബോട്ടം ടു വേവ് ഫസ്റ്റിൻ്റെ ഹൈ. ഏതാണ്? അതാണ്. ന്യൂ സബ്സ്ക്രൈബേഴ്സ്ക്ക് ഇത്തിരി കൺഫ്യൂഷൻ ചിലപ്പോൾ ഉണ്ടാകുമായിരിക്കും. ശ്രദ്ധിച്ച് നോക്കിയാൽ അവർക്ക് എല്ലാം ക്ലിയർ ആയിരിക്കും പിക്ചർ. ഇത് ഞാൻ ഇന്നലെ തുടങ്ങിയതല്ല, കുറേ ദിവസമായിട്ട് നമ്മളിത് ഐ തിങ്ക് കുറേ മാസമായിട്ട് ഇപ്പോൾ ഞാൻ ഈ നെറ്റ് വേവിൻ്റെ തിയറി സ്ലോലി ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഡീപ്പ് വീഡിയോസ് വരും അപ്കമിങ് ടൈമിൽ. 1000 അബവ് സബ്സ്ക്രൈബേഴ്സ് ആയാൽ എനിക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. റീസൺ എന്ന് വെച്ചാൽ അപ്പോഴാണ് ഒരു കുറച്ചുകൂടി എനിക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. ആളുകൾ കാണുന്നുണ്ട് വേവ് 1, വേവ് 2, വേവ് 3. അത് ലോങ് വീഡിയോസ് ആയിരിക്കും, പ്രോപ്പർ ക്ലിയർ വീഡിയോസ് ആയിരിക്കും. ഒരു വേവ് എത്ര വരും, എത്ര പോകും. കാരണം അത് ഇൻഡെക്സിൻ്റെ ചാർട്ട്, ഈ നിഫ്റ്റി ഇൻഡെക്സ് ചാർട്ട് മാത്രമല്ല അനലൈസ് ചെയ്യുന്നത്, അത് എല്ലാം ചാർട്ട് നിങ്ങൾക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. പ്രോപ്പറായിരിക്കും. ഒരു ഫിബ് റിട്രേസ്മെൻറ്റ് നമ്മൾ വെക്കുമ്പോൾ എങ്ങനെ വെക്കണം, ഏതൊക്കെ റേഷ്യോസ് പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യും. ഇപ്പോൾ കണ്ടാൽ ഞാനിപ്പോൾ ഫിബ് റിട്രേസ്മെൻറ്റ് വെച്ച് കാണിച്ചല്ലോ ഈ ഒരു. സോ നമ്മൾ നോക്കുകയാണെങ്കിൽ ലോജിക്കലി എല്ലാം പെർഫെക്റ്റ്ലി നിഫ്റ്റി ഇപ്പോൾ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടല്ലോ. ഇവിടെ ഇത് കണ്ടോ 50% ഇവിടെ വന്ന് സപ്പോർട്ട് എടുക്കുന്നു. കണ്ടോ 22,320. ഇത് ഞാൻ എത്ര ദിവസം മുന്നേ കാണിച്ചിട്ട് ഈ ടോപ്പ് അടിക്കാൻ നേരത്തെ തന്നെയാണ് ഞാൻ നിങ്ങൾ ലാസ്റ്റ് വീഡിയോ നോക്കുകയാണെങ്കിൽ അവിടെ തന്നെ ഞാൻ ഷെയർ ചെയ്തായിരുന്നു നമ്മുടെ ഈ ലെവൽസ് കാര്യങ്ങളൊക്കെ. സോ പ്രൈസ് ഇനി പറയാനുള്ളത് എന്താ വെച്ചാൽ പ്രൈസ് ഇനി താഴേക്ക് വരുവാണെങ്കിൽ ഇത് ബ്രേക്ക് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ടാവും 22,320. അത് ബ്രേക്ക് ചെയ്താൽ 22,236. അതുവരെയാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അത് ബ്രേക്ക് ആവാൻ പാടില്ല. ഓക്കെ, അത് ബ്രേക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ 81.20%, പിന്നെ സ്ട്രക്ചർ കൺസോളിഡേഷൻ പീരീഡിലേക്ക് പിന്നെ വീക്ക് ആകും, പിന്നെ വീക്ക്നെസ് തുടങ്ങും. സോ മാക്സ് ടു മാക്സ് ഇത്ര വരെ വരാവുള്ളൂ 22,100. ഓക്കെ,
സോ ഇത്ര ലെവൽസാണ് ഇതിൻ്റെ ഫിബനാച്ചിയുടെ നമ്മുടെ ആസ് പെർ ലിനിയേറ്റ് വേവിൽ നമ്മളിപ്പോൾ നോക്കിയത്. സോ നെക്സ്റ്റ് ഇനി എന്താ പിന്നെ ഇനി സ്മോൾ ടൈം ഫ്രെയിമിൽ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ റെഗുലർ വ്യൂവേഴ്സ് അവർ കമൻറ്റ് സെക്ഷനിൽ ആക്റ്റീവ് ആവണം. സോ അവർ കമൻറ്റ് സെക്ഷനിൽ ഡെയിലി എൻ്റെ അടുത്ത് ഓരോ ഡൗട്ട് ചോദിക്കാറുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചായിരുന്നു എൻ്റെ അടുത്ത്, ഇനി നിഫ്റ്റി ABC സ്ട്രക്ചറാണോ, എന്താണ്, ഇങ്ങനെയാണ്. സോ ഇത്ര വരെ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നല്ലോ, ഇത്ര വരെ ഡിസ്കസ് ചെയ്തായിരുന്നു. സോ മൺഡേ അല്ല, ലാസ്റ്റ് ഡേ നമ്മൾ തേഴ്സ്ഡേയിൽ എന്തായി, പ്രൈസ് ഇവിടെ ഗ്യാപ്പ് അപ്പ് ആയി. ഓക്കെ, താഴെ വന്നു. താഴെ വന്നപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു റെസിസ്റ്റൻസ് ലൈൻ പെർഫെക്റ്റ്ലി, ഇതൊക്കെ നമ്മൾ ഈ സ്മോൾ ടൈം ഫ്രെയിമിൽ നമ്മൾ എങ്ങനെ റീഡ് ചെയ്യേണ്ടതാണ്, റീഡ് ചെയ്യണമെന്ന് അതാണ് ഞാനിപ്പോൾ ഷെയർ ചെയ്യണത് കേട്ടോ. സോ ഇത് കണ്ടോ, റെസിസ്റ്റൻസ് ലൈൻ ഇത് ബ്രേക്ക് ഡൗൺ ആയി, പ്രൈസ് ഇവിടെ ബ്രേക്ക് ഡൗൺ ആയി. അപ്പോൾ ഈ ബ്രേക്ക് ഡൗൺ ആയപ്പോൾ നമുക്ക് സ്ട്രക്ചർ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഇതുവരെ ABCയിലേക്ക് വന്നിട്ടില്ല, ABC വീഡിയോയിലേക്ക് നമ്മൾ വന്നിട്ടില്ല. സോ പ്രൈസ് ഇവിടെ ഡബിൾ ടോപ്പ് അടിച്ച് ഇത് നോക്കുവാണെങ്കിൽ ഇത് കണ്ടോ, ഡബിൾ ടോപ്പാണ് വെച്ചിരിക്കുന്നത്. ഈ ഹൈ യു ജസ്റ്റ് അവിടെ ടച്ച് ചെയ്തു ആൻഡ് വീണ്ടും അവിടെ നിന്ന് ബ്രേക്ക് ഡൗൺ തുടങ്ങി. ഓക്കെ, നമ്മൾ ഇത് റീഡ് ചെയ്യുന്നത് ABCയിലാണ്. എങ്ങനെയാണ് ABCന്, ഇത് A ആയിരിക്കും, ഇവിടെ നിന്ന് 0 നമ്മൾ ഇത് A ആയിരിക്കും. B ആകുമ്പോൾ തന്നെ ഡബിൾ ടോപ്പ് ആണെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യുന്നത്, സഡൻ B കൗണ്ട് ചെയ്യും ആൻഡ് സിയിലേക്ക് പ്ലേ ചെയ്യും. സി എങ്ങനെ പ്ലേ ചെയ്യും, റിജക്ഷൻ വരണം. ഞാൻ ABC ഇത് കാണിച്ചു തരാം. ഇത് ന്യൂ സബ്സ്ക്രൈബർ ചിലപ്പോൾ ഒട്ടും മനസ്സിലാവില്ല, കാരണം വെച്ചാൽ ഇത് നമ്മുടെ റെഗുലർ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, അവർക്കാണ് ഇത് കേട്ടോ. എന്ന് വെച്ചാൽ അവർ ഇത് മനസ്സിലാക്കി എടുക്കുന്നുണ്ട്, അവരുടെ സംശയം ഡൗട്ട്സ് ചോദിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഇത് ഷെയർ ചെയ്യണേ. ഇത് കണ്ടോ, ഇതാണ് ഇവിടെ വരെ A, B ഡബിൾ ടോപ്പാണ് ആൻഡ് വേഗം C വരും. വരുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുക, ഓർ എങ്ങനെ ചെയ്യുക, ഇത് 1, B 2i ആൻഡ് 3 ആണിത്. ഓക്കെ, സോ 3 എപ്പോഴും നമ്മൾ എങ്ങനെ യൂസ് ചെയ്യുന്നത്, എക്സ്റ്റെൻഡ് ഫിബനാച്ചി വെച്ചിട്ടാണ്. എക്സ്റ്റെൻഡ് ഫിബനാച്ചി ഇത് 0 to A ആൻഡ് B വരെ പോവുക, B വരെ ഇങ്ങ് കൊണ്ടുപോകാം. അപ്പോൾ നമുക്ക് ഇവിടെ കറക്റ്റായിട്ട് കിട്ടും. ബിയുടെ നോർമലി റൂളാണ് 161.80% പോകാറുണ്ട്. ഓക്കെ, അതാണ് 22,400 വന്നപ്പോൾ വീണ്ടും ബൗൺസ് ചെയ്യാൻ തുടങ്ങി പ്രൈസ്. സോ ഇത്രയാണ് മാക്സിമം പ്രൈസ് ഇത്ര പോകാറുള്ളൂ. അതാണ് ഇവിടെ വന്നിട്ട് വീണ്ടും ഒരു ബൗൺസ് തന്നെ. സോ ഈ വീഡിയോ വന്നിട്ടില്ല, അപ്കമിങ് ടൈമിങ്ങിലേക്ക് വരും. ഇത് ആക്ച്വലി ടു കോംപ്ലിക്കേറ്റഡ് സ്ട്രക്ചറാണ് ABCയുടെ സ്ട്രക്ചർ. ബട്ട് ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഇതിനകത്ത് 5 മൂവ്സ് ഉണ്ടാകും. യൂഷ്വലി ഉണ്ടല്ലോ, ഇതിനകത്ത് 5 മൂവ്സ് ഉണ്ടാകും. ഇവിടെ നിന്ന് നോക്കിക്കോണം, ടോപ്പ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് ബിയുടെ ഇവിടെ നിന്ന് ഇത് കണ്ടോ, 1, 2, ഇത് ഫുള്ളി ഇവിടെ ഒരു 3, ഇത് 4 ആൻഡ് ദെൻ താഴെ ഇവിടെയാണ് 5 തീരുത്തെങ്ങനെ. 5 തീരുമ്പോഴത്തേക്ക് എന്താകും, 5 മൂവ് തീരുമ്പോഴത്തേക്ക് ഇവിടെ എന്താ ഫോം ആവാറുള്ളൂ, നമ്മുടെ ഇവിടെ ഫോം ആവുന്നത് എന്താണ്, നമ്മുടെ എൻഡിങ് ഡയഗണൽ പാറ്റേൺ. അതാണ് അതിന് ഫോം ആയത്. കണ്ട എൻഡിങ് ഡയഗണൽ പാറ്റേൺ. ആ എൻഡിങ് ഡയഗണൽ പാറ്റേൺ ഫോം ആയപ്പോൾ തന്നെ എന്തായി, പ്രൈസ് ബൗൺസ് ചെയ്യാൻ തോന്നുന്നു. കണ്ട എൻഡിങ് ഡയഗണൽ പാറ്റേൺ പ്രൈസ് ബൗൺസ് വന്നു. 22,460 വരെ ബൗൺസ് വന്നു. പിന്നെ വീണ്ടും താഴേക്ക് വരാൻ തുടങ്ങി. കാരണം എന്താ വെച്ചാൽ പ്രൈസ് അത്രയ്ക്ക് വീക്ക് ഉണ്ടായിരുന്നു. എന്തായാലും ബൗൺസ് വരേണ്ടതാണ്. പിന്നെ സ്ലോലിയാണ് താഴേക്ക് വന്നത്. സോ ഇതാണ് ആ ഒരു സ്ട്രക്ചർ ഉണ്ടായിരുന്നു ABCയുടെ. ഇതൊക്കെ ഷെയർ ചെയ്യൂ കേട്ടോ, എനിക്കൊരു മടിയൊന്നുമില്ല, എല്ലാവർക്കും ക്ലിയർ ആയിട്ട് പറഞ്ഞു തരാനുള്ളത്. സോ ഇതെന്തായാലും ഇത് ഇത്ര പോട്ടെ. ഇനി ബാക്കി എനിക്ക് പറയാനുള്ളത്, ഫസ്റ്റ് നിയറസ്റ്റ് ഇൻ കേസ് ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ റെസിസ്റ്റൻസ് ഇതൊക്കെ ഫേസ് ചെയ്യും. ഓക്കെ, 22,560 ആൻഡ് ഇതും 610, ഇതൊക്കെ റെസിസ്റ്റൻസ് ആണ്. മേജർ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഞാൻ തിക്ക് ലൈൻ ആയിട്ട് മാർക്ക് ചെയ്ത് വെച്ചേക്കാം. 22,236 ആൻഡ് മുകളിൽ 22,000. ഇതിൻ്റെ ഫസ്റ്റ് വേവിൻ്റെ ഹൈ 22,677. ഓക്കെ, ഇനി വേഗം നമുക്ക് ബാങ്ക് നിഫ്റ്റി അനാലിസിസ് കിടക്കാം. ബാങ്ക് നിഫ്റ്റിയിൽ ഞാൻ ഈ ഒരു ചാനൽ ലാസ്റ്റ് വീഡിയോയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. മാറ്റമൊന്നുമില്ല, എല്ലാവരും കണ്ടോളൂ, റെഗുലർ വ്യൂവേഴ്സ് ആൻഡ് ന്യൂ സബ്സ്ക്രൈബേഴ്സും കണ്ടോളൂ. ഇത് കണ്ട ഈ ഒരു ചാനൽ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇത് റെസ്പെക്ട് ചെയ്തേക്കാനാണ്. കണ്ടോ, പ്രൈസ് ഫ്ലാറ്റ് ഓപ്പണിംഗ്, അപ്പ് പോയി റെസിസ്റ്റൻസ് എടുത്ത് വീണ്ടും താഴെ വന്നു, ക്ലോസിങ് ഇവിടെയാണ് എക്സാക്ട്. ഇനി നെക്സ്റ്റ് എന്താണ്, എല്ലാവർക്കും ചോദ്യം എന്തെങ്കിലും ഉണ്ടാവും, നെക്സ്റ്റ് എന്താണ്. സോ നെക്സ്റ്റ് എന്താ, പ്രൈസ് ഇവിടെ താഴേക്ക് വന്നു, ഫസ്റ്റിൻ്റെ ബൗൺസ്, സെക്കൻഡ് ഇതായി, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത് മൂവ് കഴിഞ്ഞു. 5 മൂവായി ഇതിൻ്റെ അകത്തുള്ളത്. ഓക്കെ, 2 to 4 ലൈനാണ് അത്, അതാണ് അത്രയ്ക്ക് റെസ്പെക്ട് ചെയ്യുന്നത്. ഇത് കണ്ടോ, ഇത് 2 to 4 ലൈനാണ്, അതാണ് അത് റെസ്പെക്ട്. 2 to 4 ലൈനാണെങ്കിൽ മാത്രമേ റെസ്പെക്ട് ചെയ്യുള്ളൂ മാർക്കറ്റ്.
ഇനി 81.20% ആണ് നമ്മൾ നോക്കുന്നുള്ളൂ. സോ പ്രൈസ് ഇനി ഫസ്റ്റ് 61.80% സപ്പോർട്ടാണ്. ഓക്കെ, പിന്നെയാണ് 81.20, 47,830. ഇത് ബ്രേക്ക് ഡൗൺ ആയാൽ പിന്നെ വീക്ക്നെസ് തുടങ്ങും. പിന്നെ ഡേ ലോ വരെ ടെസ്റ്റ് ചെയ്യും. യെസ്, ഓക്കെ. സോ ഇനി പ്രൈസിൽ ഇത് 5 മൂവ് ഇതിനകത്ത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സോ പ്രൈസ് ഇനി നമുക്ക് നോക്കാനുള്ളത് എന്താണ്? ഇതിൻ്റെ ബ്രേക്ക് ഡൗൺ ആയി കഴിഞ്ഞാൽ പ്രൈസ് ഇവിടെ വരെ ടെസ്റ്റ് ചെയ്യും. ഇത് ബ്രേക്ക് ചെയ്താൽ 47,820 പിന്നെ ഫോർത്ത് ഡൗൺ സൈഡ് മൂവ് തന്നെ തുടങ്ങുള്ളൂ. അല്ലെങ്കിൽ ഇവിടെ നിന്ന് തന്നെ റിവേഴ്സ് ആവണം. ബെറ്റർ അത് തന്നെയാണ്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് റെസിസ്റ്റൻസ് ഈ ഫസ്റ്റ് വേവിൻ്റെ ഹൈ ആയിരിക്കും. ഓക്കെ, ഇത് വന്നേക്കുന്ന സെക്കൻഡ് വേവിൽ നമ്മൾ 1 2 3 മൂവ്സിൽ വന്നു. സോ പ്രൈസ് അധികം 3 മൂവ്സിലാണ് സെക്കൻഡ് വേവിൽ വന്നേക്കുന്നത്. ഓക്കെ, സോ അധികം അതൊന്നും ഇല്ല ഇതിനകത്ത്. ഡൗൺ സൈഡ് ശരിക്കും ഇത് ഹോൾഡ് ചെയ്യേണ്ടതാണ്. 47,830 ഹോൾഡ് ചെയ്യേണ്ടതാണ് പ്രൈസ്. സെക്കൻഡ് വേവിൻ്റെ ഇത് ഫൈനലാണ്. തേർഡ് വേവിൻ്റെ എൻ്റർ ചെയ്യാനാണെങ്കിൽ ഇവർക്ക് ഇവിടെ നിന്ന് സപ്പോർട്ട് എടുത്തിട്ട് മുകളിലേക്ക് പോകേണ്ടതാണ്. ഓക്കെ, വൺ ഡേ ഇനി ഓപ്പണിങ് നോക്കണം എങ്ങനെയാണ്. നെക്സ്റ്റ് നമ്മൾ സെൻസെക്സിലേക്ക് കിടക്കാം. സെൻസെക്സ് ഇത് ഇങ്ങനത്തെ ഒരു ചാനലാണ് സെൻസെക്സ് ഉള്ളത്. സോറി, ഇപ്പോൾ ട്രാങ്കിൾ ഐ തിങ്ക് കൺവേർട്ട് ആയിരുന്നു. യെസ്, എക്സാക്റ്റ് അവിടെ തന്നെയാണ്. ട്രാങ്കിൾ ബ്രേക്ക് ഡൗണിൽ തന്നെ നിൽക്കുന്നു. കണ്ട പ്രൈസോടെ കഴിയുന്നു. സോ ബ്രേക്ക് ഡൗൺ ആവാനുള്ള ചാൻസസ് ഉണ്ടാകും. ആൻഡ് ഒരു ട്രെൻഡ് ലൈൻ ഇങ്ങനെയും കൂടി വരയ്ക്കണം. ഇത് ഫിബൊനാച്ചിയുടെ ട്രെൻഡ് ലൈൻസാണ് ഇതൊക്കെ എല്ലാം. ഫിബൊനാച്ചി ബേസ്ഡുള്ള ട്രെൻഡ് ലൈനാണ്. അങ്ങനെയൊക്കെ റെസ്പെക്റ്റ് ചെയ്യാറുണ്ട്. കാരണം വെച്ചാൽ സെക്കൻഡ് വേവ് സെൻസെക്സ് ആൻഡ് നിഫ്റ്റി ഓൾമോസ്റ്റ് സെയിം ആണല്ലോ. സോ ഇത് ഫസ്റ്റ് വേവ് ആണെങ്കിൽ സെക്കൻഡ് വേവിൻ്റെ ഫോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അല്ലെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ല, ഈ ഒരു ട്രയാങ്കിളിൻ്റെ ആവശ്യം. കാരണം അത് ബ്രേക്ക് ഡൗൺ ആവാനുള്ള ചാൻസസ് ഉണ്ടാവും. സോ ഇതാണ് സ്ട്രക്ചർ ഇപ്പോൾ ഉള്ളത്. ഓക്കെ, ഇതിൻ്റെ ഇതൊക്കെ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടല്ലോ. നമ്മുടെ ബാക്കി ലെവൽസ് ഓൾറെഡി സെയിം ലെവൽസ് തന്നെയാണ്. ഫിബൊനാച്ചി ടെസ്റ്റ് പ്രൈസ് സെയിം തന്നെയാണ്. യെസ്, എല്ലാം സെയിം തന്നെയാണ്. സപ്പോർട്ട്സ് തന്നെയാണ്. ബാക്കി മുകളിലത്തെ ലെവൽസ് ഇപ്പോൾ ആവശ്യം വരുന്നില്ല. 3 ഇതാക്കണ്ടല്ലോ. സോ പ്രൈസ് ഇനി മൺഡേത്തേക്ക് എന്താണുള്ളത്? മൺഡേ പ്രൈസ് മേ ബി താഴേക്ക് വരാനുള്ള ചാൻസസ് ഉണ്ടാവും. ഇനിയും സപ്പോർട്ട് എടുക്കേണ്ടതാണ്. ഓക്കെ, സപ്പോർട്ട് എടുത്തിട്ട് പിന്നെ മുകളിലേക്ക് പോകേണ്ടതാണ്. മാക്സ് ടു മാക്സ് ഇവിടെ വരെ വരാവുള്ളൂ, ഈ ഒരു ലെവൽ വരെ. ഓർ ഇത് ബ്രേക്ക് ആയാൽ പിന്നെ ഇത് എത്ര ഉള്ളൂ? 73,000 വരെ കഴിഞ്ഞു. ഇനി നിഫ്റ്റി മിഡ് ക്യാപ് സെലക്റ്റിൽ പോകാം. നിഫ്റ്റി മിഡ് ക്യാപ് സെലക്ട് ഇത് കണ്ടോ? ഇത് റെസിസ്റ്റൻസ് ലൈൻ ചെയ്തായിരുന്നു. ഇത്ര തന്നെയാണ് ഇപ്പോൾ ഇതിനകത്ത് നടക്കുന്നത്. സെക്കൻഡ് വേവിൻ്റെ ഫോൾ ഐ തിങ്ക് നിഫ്റ്റി മിഡ് ക്യാപ്പിൽ ഫോൾ ലിമിറ്റഡ് ആണ്. ഇനി താഴേക്ക് പോയാൽ പിന്നെ ബിയറിഷിലേക്ക് പോകും. ബിയറിഷ് ട്രേഡ്. ഓക്കെ, അതന്നെ 81.20% കറക്റ്റ്ലി റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. കണ്ടോ? യെസ്. സോ ഇനി ഇതിൻ്റെ ബ്രേക്ക് ഔട്ട് ആകുമ്പോഴത്തേക്ക്, ഈ ട്രെൻഡ് ലൈൻ്റെ ബ്രേക്ക് ഔട്ട് ആകുമ്പോഴത്തേക്ക് മാത്രമേ നമുക്ക് എൻ്റർ ചെയ്താൽ മതി. ഓക്കെ, നോക്കുകയാണെങ്കിൽ 1 2 3 ഈ ട്രെൻഡ് ലൈൻ്റെ ബ്രേക്ക് ഔട്ട് ആകുമ്പോൾ മാത്രമേ നമുക്ക് എൻ്റർ ചെയ്താൽ മതി ഫോർ അപ്പ് മൂവ്, ഈ ബ്ലാക്ക് ട്രെൻഡ് ലൈൻ. ഓക്കെ, ബാക്കി സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഒക്കെ പെർഫെക്റ്റ്. ഇത് ബ്രേക്ക് ഡൗൺ ആയി കഴിഞ്ഞാൽ പിന്നെ ഫർദർ ഡൗൺ സൈഡ് കിട്ടും. ഓക്കെ, വേറെ ഏതെങ്കിലും പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. സീ യു നെക്സ്റ്റ് വീഡിയോ. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. താങ്ക് യു.